CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് റോഡുകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ റോഡെന്ന ഖ്യാതിയുള്ള കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിനൊരുങ്ങി. ഒക്ടോബർ 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞി കോട്ടോൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കു നേരെ ആക്രമണം. മെയിൽ നഴ്സ് ഫൈസൽ, ആംബുലൻസിലെ ജീവനക്കാരി അശ്വനി, ആശുപത്രി അറ്റൻഡർ അനിതകുമാരി എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ചികിത്സയ്ക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ചെറമനങ്ങാട് സ്വദേശി പൊള്ളൻ തറക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചതെന്ന് FIR. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട ചെറമനങ്ങാട് സ്വദേശി ഇല്യാസിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ട് ചെറമനങ്ങാട് പൗരാവലി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ചികിത്സാ പിഴവ് മൂലം യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ബന്ധപ്പെട്ടവർ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം കാർ വർക്ക്ഷോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. അപകടം കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വീണ് യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിക്കുന്ന അഭിനയ പരിശീലന പദ്ധതി ഭാവരസയുടെ 2ാം ഭാഗത്തിന് തുടക്കം. 3 ദിവസങ്ങളിലായി കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് കലാനിർവാഹക സമിതി അംഗവും ചോണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാനുമായ MK ആന്റണി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് INTUC രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ജോസ്, ജോർജ് എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന്റെ 50ാം വർഷത്തിൽ ആർത്താറ്റ് പള്ളി സെമിത്തേരിയിൽ രക്തസാക്ഷികളുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അഴിമതികൾ കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനു കീഴിൽ SP റാങ്കിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് രൂപം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ സംഘടിപ്പിച്ച വികസന സദസ്സ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള കല്ലുമുറം സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാൾ ഒക്ടോബർ 24-25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റം ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം നടക്കും. RSSനെതിരെ കുറിപ്പെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പെലക്കാട്ടുപയ്യൂർ കോളങ്ങാട്ട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് മഗ്‌രിബ് നമസ്കാരത്തോടെയാണ് പള്ളി വിശ്വാസി സമൂഹത്തിനായി തുറന്നു നൽകിയത്. കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി കുരിശുപള്ളിയുടെ 27ാമത് പ്രതിഷ്ഠാ പെരുന്നാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. പൊന്നത്തൂർ കോട്ടപ്പടി അങ്ങാടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരി ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുമുണ്ടായി. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. തൊഴിയൂർ CMUP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന അടുക്കളയുടെ തറക്കല്ലിടൽ NK അക്ബർ MLA നിർവഹിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിൽ 5 വർഷത്തെ വികസന നേട്ടങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് വികസന സദസ്സ് നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് വികസന രേഖ പ്രകാശനം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ദേശീയ പ്രാണിജന്യരോഗ നിയന്ത്രണ വിഭാഗം തൃശൂരും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ OKR മേനോൻ, പെരുമ്പിലാവിൽ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.